ADHDയുടെ പ്രധാന ലക്ഷണങ്ങൾ 3 തരത്തിലാണ്. ഒന്ന്, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല, ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ കഴിയില്ല. 2-3 സെക്കൻഡ് അവരുടെ ഒരു ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് നിർത്താനുള്ള കഴിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അക്കാദമിക് പെർഫോമൻസിലൊക്കെ വളരെ പിന്നോക്കം പോകാനുള്ള സാധ്യത കൂടുതലാണ്. മറവിയും വളരെ കൂടുതലായിരിക്കും. രണ്ടാമത്, അവരുടെ ആ ഒരു ആക്ടിവിറ്റി ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അപ്പം ഒരിടത്ത് അടങ്ങിയിരിക്കാനായിട്ട് ഉള്ള കഴിവുണ്ടാവില്ല. ഒന്നുകിൽ ഇങ്ങനെ ഓടി ചാടി നടക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ കൈ കിട്ടുന്നതെല്ലാം വലിച്ചു വാരിയിടുക, അങ്ങനെ എപ്പോഴും ഒട്ടും അടങ്ങിയിരിക്കാത്ത പോലത്തെ ഒരു പ്രവണതയായിരിക്കും. മൂന്നാമത്തേത് ഇമ്പൾസിവിറ്റി ആണ്. അതായത് മുൻപിൻ വിചാരമില്ലാതെ എടുത്തു ചാടി കാര്യങ്ങൾ പ്രവർത്തിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പറയുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഒക്കെ പലപ്പോഴും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ കാണാറുണ്ട്. അപ്പൊ അത് നമ്മളുടെ കൺട്രോളിലും അപ്പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. കറക്റ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സൈക്കോതെറാപ്പി കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ADHD പോലെയുള്ള മാനസിക പ്രശ്നങ്ങൾ നമുക്ക് വരുതിയിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ADHDയുടെ പ്രധാന ലക്ഷണങ്ങൾ 3 തരത്തിലാണ്. ഒന്ന്, അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല, ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ കഴിയില്ല. 2-3 സെക്കൻഡ് അവരുടെ ഒരു ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് നിർത്താനുള്ള കഴിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അക്കാദമിക് പെർഫോമൻസിലൊക്കെ വളരെ പിന്നോക്കം പോകാനുള്ള സാധ്യത കൂടുതലാണ്. മറവിയും വളരെ കൂടുതലായിരിക്കും. രണ്ടാമത്, അവരുടെ ആ ഒരു ആക്ടിവിറ്റി ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അപ്പം ഒരിടത്ത് അടങ്ങിയിരിക്കാനായിട്ട് ഉള്ള കഴിവുണ്ടാവില്ല. ഒന്നുകിൽ ഇങ്ങനെ ഓടി ചാടി നടക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ കൈ കിട്ടുന്നതെല്ലാം വലിച്ചു വാരിയിടുക, അങ്ങനെ എപ്പോഴും ഒട്ടും അടങ്ങിയിരിക്കാത്ത പോലത്തെ ഒരു പ്രവണതയായിരിക്കും. മൂന്നാമത്തേത് ഇമ്പൾസിവിറ്റി ആണ്. അതായത് മുൻപിൻ വിചാരമില്ലാതെ എടുത്തു ചാടി കാര്യങ്ങൾ പ്രവർത്തിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പറയുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഒക്കെ പലപ്പോഴും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ കാണാറുണ്ട്. അപ്പൊ അത് നമ്മളുടെ കൺട്രോളിലും അപ്പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. കറക്റ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സൈക്കോതെറാപ്പി കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ADHD പോലെയുള്ള മാനസിക പ്രശ്നങ്ങൾ നമുക്ക് വരുതിയിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ.